അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം വല്ലതും ഉണ്ടോ വരാനോ? പിന്നെ 6 മണി 7 മണിയൊക്കെ നിത്യപൂജ ക്ഷേത്രത്തിൽ നിത്യദർശനം ആവുമ്പോഴത്തേക്കും, അതായത് പിന്നെ ഏകദേശം 8 മണിയോളം ക്ഷേത്ര നട തുറന്നിരിക്കും. രാത്രി 8 മണി വരെ. വൈകുന്നേരത്തെ ദീപാരാധന, അത്താഴ പൂജ എല്ലാം കഴിയുമ്പോൾ 8 മണി കഴിയും അമ്പലം അടങ്ങാൻ. ഇവിടെ ക്ഷേത്രം നിത്യം നട തുറന്നു കഴിയും. രാവിലെ ആണെങ്കിൽ ഇവിടെ 3:30 ദർശനം, നിർമ്മാല്യ ദർശനം. നിത്യം നട തുറക്കുമ്പോഴോ ആ സമയം മുതൽ വരാം. നമസ്കാരം. ഉടനെ തന്നെ ഗോപൻ സ്വാമിയുടെ വീട്ടുമുറ്റത്ത് ഒരു അമ്പലം ഉയരും. അമ്പലം പണിഞ്ഞു കഴിയുന്നതോടുകൂടി നിത്യപൂജയും നിത്യപ്രാർത്ഥനയും നിത്യദർശനവും ഒക്കെ ഉണ്ടാകും. എല്ലാ ഭക്തജനങ്ങൾക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അവിടേക്ക് ചെല്ലാം, പ്രാർത്ഥിക്കാം, തൊഴുതു പ്രാർത്ഥിക്കാമെന്നാണ് മക്കൾ പറഞ്ഞേക്കുന്നത്. മക്കൾ എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവിടെ വലിയൊരു ബോർഡ് ഉയരും. ഈ ബോർഡിൽ നിത്യപൂജയ്ക്ക് ഇത്ര രൂപ, നിത്യപ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ, കാര്യസാധ്യത്തിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിലവിവര പട്ടികയും അവരങ്ങ് എഴുതി ചേർക്കും. അതോടുകൂടി പയ്യെ പയ്യെ അതൊരു ബിസിനസ് കേന്ദ്രമായിട്ട് മാറും. അതിനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ മക്കൾ രണ്ടുപേരും. ഏതായാലും അവരുടെ പ്ലാനിങ് ഒരു വഴിക്ക് നടക്കട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു. ഈ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പോവുകയാണല്ലോ നമ്മൾ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ആത്മാവാണ് നമ്മുടെ ശരീരത്തിന് ശക്തി നൽകുന്നത്. അപ്പോൾ ഈ എനർജി അങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതെന്ന് പറയുന്നത് വെറും ശരീരം. കുറച്ച് കഴിയുമ്പോൾ മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനുള്ള വെറും ഒരു വസ്തു മാത്രമായിട്ട് മാറും നമ്മുടെ ശരീരം. അത് കഴിയുമ്പോൾ പിന്നെ ശക്തിയും ഇല്ല, ഒന്നുമില്ല, ചൈതന്യവും ഇല്ല, തേജസ്സും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയുന്നു. സമാധിയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മരണപ്പെട്ടു. പിന്നെ മരണപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ എങ്ങനെയാണ് ശക്തി ഇരിക്കുന്നത്? അതല്ല, ഇവർ ഈ പറയുന്നത് പ്രകാരം ഗോപൻ സ്വാമിയുടെ സമാധിക്ക് ശക്തി ഉണ്ടായിരുന്നു. അന്ന് ആ വാർത്ത നടന്ന സമയത്ത്, അത് പൊളിക്കാൻ ചെന്ന സമയത്ത് എല്ലാവരോടും മക്കൾ പറഞ്ഞത് ശക്തിയുണ്ട്, ഇത്ര ദിവസം കഴിഞ്ഞ് തുറക്കാവൂ, ഇല്ലെങ്കിൽ ശക്തി നഷ്ടപ്പെടുമെന്നൊക്കെയാണല്ലോ. അങ്ങനെ ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ മക്കളെ നാട്ടുകാരൊക്കെ പഴിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഒരു അത്ഭുത പ്രവൃത്തി കാണിക്കാതിരുന്നത്? നമ്മൾ പണ്ട് കാലം മുതലേ ഒരുപാട് അത്ഭുത പ്രവൃത്തിയുടെ കഥകൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാർ അത്ഭുതം കാട്ടി, അങ്ങനെയൊക്കെ ഒത്തിരി കഥകൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ട് ഗോപൻ സ്വാമി ചെയ്തില്ല? അത്രയ്ക്ക് ശക്തിമാനായിരുന്നു എന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, ഗോപൻ സ്വാമിയുടെ സമാധിക്കുള്ളിൽ എനർജി ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സമാധി തുറന്നവർക്ക് ആർക്കും തന്നെ ഈ ഒരു ശക്തി അനുഭവപ്പെട്ടില്ലല്ലോ. ശക്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അനുഭവപ്പെട്ടേനെ. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല രീതിയിലുള്ള എനർജീസും നമുക്ക് ഫീൽ ആവാറില്ലേ ചില സമയങ്ങളിൽ? അങ്ങനെ അവർക്കും ഉറപ്പായിട്ടും അത് അനുഭവപ്പെട്ടേനെ. പക്ഷെ അവർക്ക് ആർക്കും അനുഭവപ്പെട്ടില്ല. പിന്നെ എന്ത് ശക്തി ഉണ്ടെന്നാണ് ഇവർ ഈ പറയുന്നത്? ഇവർ ഈ ദിനം പ്രതി പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ത് ശക്തി ഉണ്ടെന്നാണ്? മരണപ്പെട്ടു പോയി കഴിഞ്ഞ അവരുടെ അച്ഛൻ, അയാളുടെ പേരും കൂടി വെറുതെ വലിച്ചിഴക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ ആവശ്യപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മക്കൾ വെറുതെ പറയുന്നതല്ലേ? അദ്ദേഹം എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ. നോർമലി ഒരാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാളുടെ ആഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കും, വില്ലെന്ന് പറയും അതിനെ. ഇത് അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. മക്കളാണ് പറയുന്നത് ഗോപൻ സ്വാമിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സമാധി ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാം മക്കൾ അങ്ങ് പറയുവാണ്. മക്കൾ പറയുന്നത് കേട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കറിയാം? ഇപ്പോഴും ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് വേഴാമ്പലിനെ പോലെ വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും. ഒരു കാര്യമില്ല, വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ദിവസമായില്ലേ, ഇനി അതിനെപ്പറ്റി അങ്ങ് മറന്നേക്ക്. ഇനി കഴിഞ്ഞില്ല, വേറെ ചില പ്ലാനിങ്ങും കൂടി ഉണ്ട് മക്കൾക്ക്, അതും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. ഭഗവാന്റെ എല്ലാം തേജസ്സായിട്ടുള്ള പ്രതിഷ്ഠയും മഹാലിംഗ പ്രതിഷ്ഠയും ഷടാധാര ലിംഗ പ്രതിഷ്ഠ എല്ലാം ഉണ്ട്. ഇപ്പോഴും എല്ലാ ദിവസവും പൂജ ഉണ്ടോ? ഇല്ല, ശുദ്ധി കലശം കഴിഞ്ഞതിന് ശേഷം. അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല? അത് ശുദ്ധി കലശം ചെയ്തതിന് ശേഷം. അത് എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല? ഇല്ല, തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ തീർച്ചയായിട്ടും അത് എല്ലാ പൂജയും ആരാധനകളും ഉത്സവങ്ങളെല്ലാം കാണും. എല്ലാം ഭഗവാന്റെ ഹിതമനുസരിച്ചെല്ലാം നടക്കും. ഇപ്പൊ നിലവിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ, കൂടെ നിൽക്കുന്നുണ്ടോ? ഉത്സവം വരെ നടത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വലിയ വലിയ പ്ലാനിങ്ങുകളാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ എല്ലാ പൂജാകർമ്മങ്ങളും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് പൂജ ചെയ്യുന്നത്. അവരെല്ലാ കാര്യങ്ങളും പഠിച്ച് കർമ്മങ്ങളെല്ലാം അറിയാം, അവർക്കെല്ലാം അറിയാം. ആ പൂജാരിമാർക്ക് അവർക്ക് മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം, എങ്ങനെ പൂജ ചെയ്യണം, അതിൻ്റെ പൂജാ വിധികളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ. ഇദ്ദേഹത്തിന് വല്ലതും അറിഞ്ഞിട്ടാണോ ഈ ചെയ്യുന്നത്? എപ്പോൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാലും ഒരു ശംഖ് എടുത്ത് ഊതുന്നത് കാണാം. അതാണ് അദ്ദേഹത്തിൻ്റെ പൂജ.
എന്ന് നിത്യപൂജ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇദ്ദേഹം എവിടുന്നാണ് ഈ പൂജ ചെയ്യാനൊക്കെ പഠിച്ചത്? അച്ഛൻ്റെ അടുത്തു നിന്നാണെന്ന് പറയുന്നു. ഒരു സാധാരണ ചുമട്ടുതൊഴിലാളിയായിരുന്ന ഗോപൻ സ്വാമിക്ക് ഈ അറിവുകളൊക്കെ എവിടുന്ന് കിട്ടി? ഇതിനൊന്നും ആർക്കും ഉത്തരവില്ല. എവിടെങ്ങാണ്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, എവിടെങ്ങാണ്ടൊക്കെ പോയി തപസ്സിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കാം. എവിടെ തപസ്സിരുന്നു? ഇല്ലാത്ത ശക്തി എവിടുന്നെങ്ങാണ്ടൊക്കെ വന്നു കയറി. എവിടുന്ന് വരുന്നെന്നാണ് ഈ പറയുന്നത്? ഈ ദൈവങ്ങൾക്കും ഈ ആൾ ദൈവങ്ങൾക്കും ഒക്കെ ശക്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആൾ ദൈവങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈ ആൾ ദൈവങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് പരിഹാരം കാണുന്നില്ല? ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഇവർ സ്വയം ദൈവങ്ങളാണെന്നങ്ങ് പറയുവാണ്. ദൈവങ്ങളായിട്ട് ഉള്ളവരൊന്നും തന്നെ സ്വയം ദൈവങ്ങളാണെന്ന് പറയത്തില്ല. ഇവർ സ്വയം ദൈവങ്ങളാണെന്നങ്ങ് പ്രഖ്യാപിച്ചേക്കുവാണ്. എനിക്ക് ശക്തിയുണ്ട്, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇവർ പരിഹാരം കാണാത്തത്? എത്രയോ പേരാണ് ഓരോ ദിവസവും രോഗവും ദുരിതവും കൊണ്ട് കഷ്ടപ്പെടുന്നത്. ഇവർക്ക് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കൊടുക്കുക, ജനങ്ങളുടെ ദുരിതം മാറ്റിക്കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഈ പറയുന്ന ആൾ ദൈവങ്ങൾക്കും ഈ സമാധി ഇരിക്കുന്ന ഈ ഗോപൻ സ്വാമിയെ പോലെയുള്ള വ്യക്തികൾക്കൊക്കെ ശക്തിയുണ്ടെന്ന്. ഈ നാളെ കുറച്ച് കഴിയുമ്പോൾ, ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഗോപൻ സ്വാമിയുടെ മക്കൾ ഇപ്പൊ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്കൊക്കെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും. അച്ഛന്റെ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു, ഇനിയിപ്പം ഞാനൊരു ജീവിക്കുന്ന ആൾ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അന്നേരം അതും വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരുണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവരെ കളിയാക്കാനൊന്നുമല്ല. അവർ ചെയ്തോട്ടെ, അവർ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ബാക്കിയുള്ള സാധാരണക്കാര് ഇതിനകത്തൊന്നും കൊണ്ട് തല വെച്ച് കൊടുക്കാതിരിക്കുക. ദിനം പ്രതി ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കൊക്കെ കൊണ്ട് തല വെച്ച് കൊടുത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ വാർത്ത നമ്മൾ കേൾക്കുന്നതാണ്. ഇന്നും കൂടി ഒരു സംഭവത്തിന്റെ വാർത്ത ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ബ്ലാക്ക് മാജിക്കിന്റെ പേരിൽ അച്ഛനെ വകവരുത്തിയ മകൻ, നല്ലതുപോലെ പഠിച്ച് വിവരമുള്ളൊരു മകനാണ്. 28 വയസ്സേ ഉള്ളവന്, പ്രജിൻ എന്നാണ് അവന്റെ പേര്. അവൻ ആ ഒരു വേയിലേക്ക് പോയത് എങ്ങനെയാണ്? ഈ ബ്ലാക്ക് മാജിക്ക്, അന്ധവിശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുറകെ പോയതാണ്. ജനിച്ചു വളർത്തിയ അച്ഛനെ പോലും അറിയത്തില്ല, അച്ഛൻ ഏതാ അമ്മ ഏതാന്ന് പോലും അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കൊന്നും കൊണ്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക. സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേട്ടോളും. നമ്മൾ പാതി ചെയ്യണം, ബാക്കി പാതി ദൈവം ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? ഒന്നിനും കുറുക്കുവഴിയില്ല. നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യവും കിട്ടത്തുള്ളൂ. എന്തിൻ്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുക. അല്ലാതെ പോയി ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് കൊണ്ട് തല വെച്ചിട്ട് കാര്യസാധ്യത്തിന് ഇത്ര രൂപ എന്നൊന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ കൊണ്ട് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും പോവും. പണക്കാരുടെ കാര്യം പോട്ടെ, അവർക്ക് പിന്നെ പൂത്ത കാശുള്ളത് കൊണ്ട് അവിടെയൊക്കെ കൊണ്ട് നിക്ഷേപിക്കുക എന്ന് പറയാം. പാവപ്പെട്ടവനോ, അവനിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പൈസ കാണത്തില്ല. അവരൊക്കെ ഈ ആൾദൈവങ്ങളുടെ ഇതുപോലെയുള്ള സമാധി കള്ളസ്വാമിമാരുടെയൊക്കെ അടുത്ത് കൊണ്ടുപോയി പൈസ കൊണ്ട് നിക്ഷേപിക്കും. അവസാനം കയ്യിലിരിക്കുന്ന പൈസയും പോവും, എന്തെങ്കിലും ഒട്ട് കിട്ടിയോ അതുമില്ല. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങളുടെ ഒന്നും പുറകെ പോകാതെ ഇരിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, നമ്മൾ പണ്ട് കാലം മുതലേ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നമ്മൾ വിശ്വസിച്ചു പോകുന്ന കുറച്ച് ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങളെ പ്രാർത്ഥിക്കാം. ഇതുപോലെ മനുഷ്യരായിട്ട് ജനിച്ച് ഈ ആൾ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിക്കുന്ന ദൈവങ്ങളെയൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് തന്നെ നടിക്കുന്നതാണ് നല്ലത്.